സംസ്ഥാനത്തെ അതിക്രമങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രതിപക്ഷം നൽകിയ ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നിയമസഭയിൽ നടന്നു. ലഹരി വ്യാപനത്തിൽ പൊതുസമൂഹത്തിന്റെ നിലപാട് ഉൾക്കൊണ്ടുള്ള നടപടിയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. എന്ന ഉറപ്പുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. അത് കുടുംബത്തിന്റെയും പോലീസിന്റെയും മാത്രം ഉത്തരവാദിത്വമല്ല, സമൂഹത്തിന്റെ തന്നെ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ കാണണം. കുടുംബം അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സ്കൂളിൽ നല്ല ശ്രദ്ധ വേണം. അതിന് പുറമെ സമൂഹവും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ പോലീസ്, തദ്ദേശഭരണ സ്ഥാപനം, രക്ഷാകർതൃ സമിതി, അധ്യാപകര്, തദ്ദേശഭരണ പ്രതിനിധികൾ, ഇങ്ങനെയെല്ലാമുള്ള ചില സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ആരൊക്കെ വേണമെന്നുള്ളത് നമുക്ക് പിന്നീട് നിശ്ചയിക്കാം. അങ്ങനെ ചില ഗ്രൂപ്പുകൾ ഉണ്ടാവണം. ഓരോ മാസവും സമീപകാലത്തെ സംഭവങ്ങളെ ഗൗരവത്തോടെ കാണണം. കുട്ടികളിൽ അക്രമവാസന വർദ്ധിച്ചു വരുന്നതിൽ വിശദമായ പരിശോധന വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി കേസുകളിൽ 98.5% കേരളത്തിലെ ശിക്ഷാ നിരക്ക്. അറിവുള്ളവർ എന്നതിനൊപ്പം കനിവുള്ളവരായി കുട്ടികൾ വളരണം. ഈ വിപത്തിനെതിരെ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തി വിശാല ആലോചനാ യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലാണെന്ന് ഉപക്ഷേപം അവതരിപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പ്രചാരണം പരാജയപ്പെട്ടെന്നും പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി സർക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ലഹരി വ്യാപനം തടയാൻ സർക്കാരിന്റെ ഭാഗത്ത് പദ്ധതികളൊന്നുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഒരു പദ്ധതിയുമില്ലാത്ത സർക്കാരിന് എന്തു കാര്യത്തിലാണ് പ്രതിപക്ഷം പിന്തുണ നൽകേണ്ടതെന്ന് വി.ഡി. സതീശൻ ആരാഞ്ഞു. ലഹരി വ്യാപനത്തിന്റെ ഉറവിടം സർക്കാർ അന്വേഷിക്കുന്നുണ്ടോ എന്നാരാഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് സർക്കാർ മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നില്ലെന്നും ആരോപിച്ചു.